ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന സേതുവിന്റെയും പല്ലവിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് 1K ലൈക്കാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോഴേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ദ്രന്റെ അമ്മേനെയാണ്. അപ്പൊ ഇന്ദ്രന്റെ അമ്മേനെയും അതുപോലെ തന്നെ മനീഷ നട്ടോ പെണ്ണിന്റെ പേര്, പെണ്ണിനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രനെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രന്റെ അമ്മ പറഞ്ഞു അവന്റെ മാനസിക നില ആകെ തെറ്റിയിരിക്കുകയാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നിരിക്കുകയാണ്, അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഏതായാലും അവന്റെ ഈ അവസ്ഥയിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും ആന്റി, ഞാൻ അവനെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഞെട്ടിപ്പോയി കേട്ടോ ഇന്ദ്രന്റെ അമ്മ. ഏതായാലും ഇന്ദ്രന്റെ അമ്മ തന്നെ നമ്മുടെ ഇന്ദ്രനെ വിളിക്കുകയാണ്. അപ്പൊ ഇന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ, ഇന്ദ്രന് ഇറങ്ങി വന്നു. ഇന്ദ്രൻ ഇറങ്ങി വന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് ഞാൻ നിന്നെ കാണാനാ വന്നത്. നീ എന്തിനാ എന്നെ കാണുന്നത്? അല്ല, നീ എന്നെ വേണ്ടാന്നും പറഞ്ഞു പോയതല്ലേ. അന്ന് എന്റെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി, അത് തിരുത്താനും കൂടിയാ എന്റെ ഈ വരവ്. എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. ബാ, നമുക്ക് മുറിയിൽ പോയിരുന്ന് സംസാരിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഇന്ദ്രൻ വരാൻ കൂട്ടാക്കിയില്ല. അപ്പോഴത്തേക്കും മനീഷ പറഞ്ഞു, ബാ നമുക്ക് മുറിക്കകത്ത് പോയിരുന്ന് സംസാരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ, ബാ ഇന്ദ്ര എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഇന്ദ്രന്റെ അമ്മ പറഞ്ഞു, അതെന്തിനാ മോളെ മുറിക്കകത്ത് പോകുന്നത്, ഇവിടെ വെച്ച് തന്നെ ഇരുന്ന് സംസാരിക്കുക. ഇതാകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തിക്കാമല്ലോ, അല്ലേ? അതല്ലേ നല്ലത് ഇന്ദ്ര എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇന്ദ്രനോട് പറയുകയാണ് മനീഷ, ഞാൻ വലിച്ച് നീട്ടാതെ തന്നെ കാര്യം പറയാം. എനിക്ക് സമ്മതമാണ് നിന്നെ വിവാഹം കഴിക്കാൻ. നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അച്ഛനോട് അത് സംസാരിക്കാം. അച്ഛനോട് സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിവാഹവും നടത്താം. അതെനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കുറച്ച് സമയം വേണം. ഏതായാലും സമയം എത്ര വേണമെങ്കിലും എടുത്തു, പക്ഷെ മറുപടി അതെനിക്ക് അനുകൂലമായിരിക്കണം എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഇന്ദ്രന്റെ അമ്മ പറഞ്ഞു, മോളെ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, പല്ലവി ആയിട്ടുള്ള ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് എങ്ങനെയാ മറ്റൊരു കല്യാണം? അവളുമായിട്ടുള്ള ഡിവോഴ്സ് കഴിയുന്നവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് മോക്ക് കുഴപ്പമില്ലേ? നല്ല മോള്, ദേ പെൺകുട്ടികളായ ഇങ്ങനെ വേണോടാ, ഇങ്ങനെ വേണം. എന്നാ പിന്നെ മോള് പോയിക്കോ. പല്ലവി ആയിട്ടുള്ള ഡിവോഴ്സ് കഴിയുമ്പം ആന്റി മോളെ അറിയിക്കൂലോ ആന്റി, ഞാൻ വരും തീർച്ചയായിട്ടും ഈ വീട്ടിലെ മരുമകളായിട്ട്. മോള് തന്നെ വരണം. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രന്റെ അമ്മ, അതിൽ നല്ലത് പ്രളയം വന്ന് മൊത്തം അവസാനിക്കുന്ന നല്ലതെന്ന്. അപ്പോഴേക്കും ആ മനീഷ ചോദിച്ചു, അല്ല ആന്റി എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുന്ന വേറൊന്നുമല്ല, മോള് ഈ വീട്ടിലേക്ക് വരുന്ന ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയതാ. വരൂ ആന്റി, ഞാൻ ഉറപ്പായിട്ടും വരണം, നീ ഇങ്ങോട്ട് വരണം മോളെ എന്ന് പറഞ്ഞു. ഏതായാലും ഇന്ദ്രനോട് യാത്രയും പറഞ്ഞിട്ട് നമ്മുടെ മനീഷ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ മഴയാണ്. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ അമ്മ പറഞ്ഞു, അയ്യോ മോളെ മഴയത്ത് പോകണ്ട, ഞാനൊരു കുട തരാം, ഈ കുട പിടിച്ചോ, ഇത് മോള് സ്വന്തമായിട്ട് എടുത്തോ, മോൾ ഈ കുട പിടിച്ചോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും അങ്ങനെ നമ്മുടെ മനീഷ അവിടെ നിന്ന് പോയി. ഏതായാലും ഇന്ദ്രന്റെ അമ്മ, ഏതായാലും അല്ല അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ, അവൾ ഈ വീട്ടിലെ മരുമകളായിട്ട് വരാൻ വേണ്ടി അമ്മയ്ക്ക് എന്താ ആഗ്രഹമാ? ഇതെന്താ അമ്മ എന്താ എന്നെ കൊണ്ടുപോയി തീക്കുഴി ചാടിക്കാൻ വേണ്ടി നോക്കുകയാണ്? എന്റെ പൊന്നടാ, തൽക്കാലം അവൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നിന്നെ കൊണ്ടുപോയി തീക്കുഴി ചാടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് വേണ്ടത് എന്നെപ്പോലെ നല്ല സൽഗുണ സമ്പന്നയും കുലീനതയുള്ള ഒരു മോളെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പല്ലവീനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. പക്ഷെ അത് 24 മണിക്കൂർ പോലും നീണ്ടു നിന്നില്ലല്ലോ, അതാ എനിക്ക് വിഷമം. അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ദ്രന്റെ അനിയൻ പറഞ്ഞു, അല്ല ഇപ്പം ആശ കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്ന മനീഷ ഉണ്ടല്ലോ, അത് DYSP ASP ബാലേന്ദ്രന്റെ മോളാ, അതറിയാലോ. അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ ഞാൻ അവളോട് നയത്തിലൊക്കെ പെരുമാറിയത്. അല്ലെങ്കിലേ ഇവനെ തിരക്കി വന്ന പഴയ ഗേൾഫ്രണ്ടിന്റെ ചെവിക്കല ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. മോനെ നീ വിഷമിക്കൊന്നും വേണ്ട, ഇനി നിന്നെ കെട്ടാന് വേറെ ഏതെങ്കിലും പെൺപിള്ളേർ ലൈനുണ്ടോ ഉണ്ടെങ്കിലേ നേരത്തെ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, അമ്മേ എനിക്ക് ദേഷ്യം വന്നിരിക്കും, അമ്മേന്റെ മുമ്പിൽ നിന്ന് പോകാൻ പറഞ്ഞു. ഏതായാലും കലി പിടിച്ചിരിക്കുകയാണ് ഈ മനീഷ. അത്രയ്ക്ക് എന്താ പറയുക, സാധാരണക്കാരി അല്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി. പിന്നെ കാണിക്കുന്നത് പൊന്നുമടമാണ്. പൊന്നുമടത്തിൽ ഇങ്ങനെ നമ്മുടെ മാധവന്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പൂർണിമ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. അച്ഛനുമായിട്ടും മക്കളുമായിട്ടും ഭർത്താവുമായിട്ടും ഉള്ള നല്ല നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുക. അപ്പോഴേക്കും സ്വാതി വന്നിട്ട്, നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടുമായിരുന്നെങ്കിൽ അച്ഛന്റെ മോനെ കൊണ്ടുള്ള ശല്യം തീർന്നേനെ. അല്ല ഇപ്പൊ എന്ത് ശല്യം അവനെ കൊണ്ടുണ്ടായത്? അതൊക്കെ പറയുന്നതിൽ നല്ലതൊരു പേപ്പറിൽ എഴുതി തരുന്നതാ. അപ്പൊ നമ്മുടെ ഋതിക വന്നിട്ട്, നീ എന്തിനാടി എഴുതി കൊടുക്കുന്നത്? നീ എഴുതാനും വായിക്കാനൊന്നും നിൽക്കണ്ട മോളെ.
ഓ, ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. നാളെ അച്ഛൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഒരു കടലാസ് ചുരുട്ടി എറിയുന്ന പോലെ നമ്മൾ വെളിയിലേക്ക് ചുരുട്ടി അങ്ങോട്ട് എറിയും. അതാ സംഭവിക്കാൻ പോകുന്നത്. അയാൾ മാത്രമല്ല, അയാളുടെ വാലായിട്ട് ഒരുത്തനുണ്ടല്ലോ, അവനെയും തൂക്കി പിടിച്ച് പൂച്ചക്കുഞ്ഞിനെ കളയുന്ന പോലെ കളയും. അപ്പൊ പൂർണിമ പറഞ്ഞു, നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ അല്ലെങ്കിലും അവർ പോയിക്കോളും. അതുവരെ ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളായിട്ട് ഒന്നിനും പോവില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും പണി തന്നിട്ട് പോകുന്ന അയാൾ കരുതിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പോക്ക് നേരെ ജയിലിലേക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ പൂർണിമ പറഞ്ഞു, അതെ, ഇവിടെ പണി കൊടുക്കുന്നത് ആരാന്ന് എനിക്കറിയാം. നീ കാട് കയറി ഒന്ന് ചിന്തിക്കൊന്നും വേണ്ട. സേതു അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനൊന്നുമല്ല, അതെനിക്കറിയാം. അവന്റെ ഉള്ളിലെ നിങ്ങളൊക്കെ അവന്റെ അനിയത്തിമാരാണെന്നുള്ള ചിന്ത നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ടാ ഇന്നലെ അത്രയും പ്രശ്നം നടന്നിട്ടും വേറെ ഒന്നും ഇവിടെ പറയാതിരുന്നവൻ. നിനക്ക് അയ്യേട്ടനൊന്നും ചിന്തയില്ലാത്തത്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിലേ നീ അവന്റെ മേലില് മോഷണക്കുറ്റം ചുമത്തി അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കൂലല്ലോ, ഒരിക്കലും ഇല്ലല്ലോ. അമ്മ പറഞ്ഞത് ശരി അമ്മേ. എന്റെ മനസ്സിൽ അയാള് ഏട്ടനേ അല്ല, എന്റെ കണ്ണിൽ എന്നും എന്റെ ശത്രു തന്നെ അയാള്. എന്റെ ആജന്മ ശത്രുവിന്റെ നാശം കാണാൻ ഞാൻ പലതും ചെയ്യും. നീ ചെയ്തോടി, നീ ചെയ്യ. പക്ഷെ നീ ചെയ്യുന്നതൊക്കെ നിന്റെ അച്ഛന്റെ ആത്മാവ് കാണുന്നുള്ള കാര്യം അത് നീ മറക്കരുത്. എപ്പോഴും അത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ സ്വാതി പറഞ്ഞു, പിന്നെ അമ്മ പറയുന്ന പോലെ ഒന്നുമല്ല, അച്ഛന്റെ ആത്മാവിന് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അച്ഛൻ ജീവിച്ചിരുന്ന സമയത്തെ സേതു എന്ന് പറയുന്ന മനുഷ്യന് അച്ഛന് സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ, സമാധാനം കൊടുത്തിട്ടുണ്ടോ? കാണാൻ ചെല്ലുമ്പോഴൊക്കെ അയാള് അച്ഛനെ സങ്കടപ്പെടുത്തിയിട്ടല്ലേ പറഞ്ഞയച്ചിട്ടുള്ളൂ. പിന്നെ എന്തിനാ അയാളെ അച്ഛൻ സ്നേഹിക്കുന്നത്? അച്ഛൻ മരിക്കാൻ തന്നെ കാരണക്കാരൻ ഒരർത്ഥത്തില് അയാള് തന്നെയാണ്. അയാളെ അച്ഛനെ പിടിച്ച് തള്ളിയതിന്റെ മനോവിഷമത്തിലാ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് പ്രതാപങ്ങൾ പറഞ്ഞത്. അതൊക്കെ ആയിരിക്കാം. എങ്കിലും മാധവേട്ടന്റെ മനസ്സിൽ സേതുവിനോട് സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരിക്കാൻ കിടക്കുമ്പോഴും മാധവേട്ടൻ കാണാൻ കൊതിച്ചത് നിങ്ങളെ ആരെയല്ലല്ലോ, അവനെയല്ലേ. അപ്പം അവനെ നിങ്ങളൊക്കെ ചേർന്ന് സങ്കടപ്പെടുത്തുന്നത് ഒരിക്കലും മാധവേട്ടനെ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാളെ അവൻ ഇവിടുന്ന് പോയാലും ശത്രുവായിട്ട് കാണുന്നത് നിർത്തിക്കോ. അല്ലെങ്കിൽ കർമ്മങ്ങൾ കഴിഞ്ഞാലും മാധവേട്ടന്റെ ആത്മാവിന് ഒരിക്കലും സമാധാനവും ശാന്തിയും കിട്ടില്ല. എന്റെ മക്കളായിട്ട് അത് വരുത്തി വെക്കരുതെന്ന് പറഞ്ഞിട്ട് പൂർണിമ അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് ചടങ്ങുകളാണ് കേട്ടോ. അങ്ങനെ ചടങ്ങുകളൊക്കെ തീർന്ന് നമ്മുടെ സേതുവും ഹരിയും കൂടെ പടിയിറങ്ങാൻ തുടങ്ങുകയാണ്. എവിടെന്ന്? പൊന്നുമടത്തിൽ നിന്ന്. അങ്ങനെ സേതു പടിയിറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കുറുപ്പ് വന്നിട്ട്, അതെ സേതു, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പിന്നെ ഞാനിവിടെ സ്ഥിരതാമസമാക്കാനാണോ കുറുപ്പമ്മാവന് വിചാരിച്ചത്? ഞാനിവിടെ സ്ഥിരതാമസമൊന്നും ആക്കില്ല. പിന്നെ എന്നോട് പറഞ്ഞ 16 കഴിയുന്നവരെ ഇവിടെ നിൽക്കാനാ ഞാൻ നിന്നു. ഇനിയിപ്പം എനിക്ക് വീട്ടിൽ പോകണം. ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറുപ്പ് പറഞ്ഞു, നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങോട്ടേക്ക് വരണം. ഇവിടെ താമസിക്കുന്നവരൊക്കെ നിന്റെ അനിയത്തിമാരാ. അയ്യോ, അനിയത്തിമാരല്ല, അഹങ്കാരികള്, ഒന്നാന്തരം നല്ല അഹങ്കാരികള്. ഈ 16 വർഷമായിട്ടാ ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ലോകത്ത് ഇങ്ങനെ ഒരെണ്ണത്തിനെ പോലും മഷിയിട്ട് നോക്കിയ കാണില്ല എന്റെ കുറുപ്പമ്മാവ എങ്ങനെ സഹിക്കുന്നു. ആ മൂത്ത കൊച്ച് വലിയ കുഴപ്പമില്ല. ബാക്കി 2 എണ്ണം ഭയങ്കര മുറ്റ. ഏറ്റവും കുഴപ്പമേ ആ നടുക്കട്ട പെണ്ണ. മോഷണക്കുറ്റം ചുമത്തി ഞങ്ങളെ നാണം കെടുത്താൻ നോക്കിയതേ അവൾ ഒറ്റ. അത് നമ്മുടെ ഹരിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോഴത്തേക്കും സേതു പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറയാം. ഇതിനൊരു പകവീട്ടലായിട്ട് തന്നെയാ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. അമ്മാവനും അനന്തരവളും കൂടി ഇവിടെ കാണിച്ചു കൂട്ടിയ കാട്ടായം എന്താണെന്ന് അറിയാലോ. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. സത്യങ്ങളൊക്കെ പുറത്തു വന്നു. ഇല്ലായിരുന്നെങ്കിലേ ഞങ്ങൾ നാണം കെട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട വന്നേനെ, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട വന്നേനെ, കള്ളനായേനെ. ഇനി ഒരു കാര്യത്തിനും എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കരുത്. ഇനി പൊന്നുമ്മടം വീടുമായിട്ടുള്ള ഒരു ഇതും ഈ സേതുവിനുണ്ടാവില്ല. ശരി മോനെ, നിന്റെ ഇഷ്ടം പോലെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോ. അല്ല, പോകുന്നതിന് മുമ്പായിട്ട് നീ എല്ലാവരോടും ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോകണം. ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടേ ഇറങ്ങുന്നുള്ളൂ. വാടാ ഹരി, നമുക്ക് എല്ലാവരോടും ഒന്ന് യാത്ര പറയാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഏതായാലും നമ്മുടെ പ്രതാപനും പൂർണിമയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ സേതുവും ഹരിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ സേതു പറഞ്ഞു, ഏതായാലും ബലി ഇടണമെന്ന് പറഞ്ഞു. ഞാൻ ബലി ഇട്ടു. ഇനിയിപ്പം ഇനി ഇവിടുന്ന് പോവുക. ഇനിയിപ്പം പരലോകത്ത് കിടന്ന് സന്തോഷിച്ച് തുള്ളിക്കളിക്കുന്നുണ്ടായിരിക്കുമല്ലോ. മഹാദേവന് ഇഷ്ടം പോലെ തുള്ളിക്കളിച്ചോട്ടെ. ഏതായാലും ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഇറങ്ങുക. കഴിഞ്ഞ 16 ദിവസം എന്നെ സഹിച്ച പൊന്നുമടത്തിലെ പൂർണിമയ്ക്കും പൂർണിമയുടെ മക്കൾക്കും 1000 നന്ദിയുണ്ട്. അയ്യോ, പിന്നെ മറന്നുപോയി, രാഷ്ട്രീയത്തിൽ കത്തി ജ്വലിക്കാൻ നിൽക്കുന്ന പ്രതാപനും പ്രതാപന്റെ കുടുംബത്തിനും
ഓ ആ നന്ദി പറയാതെ പോയാലെ വലിയ നഷ്ടമായി പോവില്ലേ. അപ്പം പിന്നെ ഞാൻ അയാൾക്കും കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു, പിന്നെ കുറുപ്പമ്മാവനും നന്ദി രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇനി ഈ പടി ഈ സേതു ചവിട്ടില്ല എന്ന വാക്ക് തന്നിട്ടാ പോകുന്നത്. അപ്പോഴത്തേക്കും പ്രതാപൻ പറഞ്ഞു, അതെ എന്തിനാടാ ഇങ്ങനെ നിന്ന് വെള്ളപ്പോൾ ഓരോ കാര്യം പറയുന്നത്, അതിന് മുമ്പ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞപ്പം പോകാനായിട്ട് തന്നെയാ നിൽക്കുന്നത്. പിന്നെ സാറിനും അനന്തരവൾക്കും ചെറിയൊരു പ്രോത്സാഹന സമ്മാനം തരാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അതെങ്ങനെയാ ശരിയാവുന്നത്? സാറേ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഇനി ഒരു വേദിയിൽ വെച്ച് ഞാനത് തന്നോളാം. ഏതായാലും ഇപ്പം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇടുക. ഏതായാലും ഋതു നിനക്കും ആ സമ്മാനം ഞാൻ തന്നോളാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഋതു പറഞ്ഞു, എടോ താനെന്താ തരാന്ന് പറഞ്ഞില്ലേ, അത് തന്നിട്ട് പോ, പിന്നത്തേക്ക് ബാക്കിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൂർണിമ പറഞ്ഞു, ഋതു നിന്നോട് അകത്ത് പോകാൻ പറഞ്ഞത്, നിന്നോട് ആരാ പറഞ്ഞു ഇപ്പൊ സംസാരിക്കാന്, മുതിർന്നവര് സംസാരിക്കുന്നിടത്ത് കയറി സംസാരിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതു പറഞ്ഞു, അമ്മ പറയുന്നത് കേട്ടിട്ട് നല്ല കുട്ടിയായിട്ട് അകത്തേക്ക് പോക്കെ. ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ഞാനൊരു കാരണം തല്ലി പൊട്ടിക്കും. അതെ എന്റെ ദേഹത്തെങ്ങാനും തൊട്ട് കഴിഞ്ഞാല് ഒരിക്കലും ആ കൈ പൊങ്ങില്ല. ഓഹോ എങ്കിൽ പിന്നെ അറിയണമല്ലോ എന്ന്. ഇങ്ങ് വാടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹരി പറഞ്ഞു, വേണ്ട ബാ സേതുവേട്ടാ നമുക്ക് പോകാന്ന് പറഞ്ഞു. ഇപ്പൊ പ്രതാപൻ പറഞ്ഞു, കളിക്കാൻ നിൽക്കാതെ പോടാ, ഇവിടുന്ന് നേരെ വണ്ണം പോകണമെങ്കിലും മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണെന്ന് പറഞ്ഞു. അപ്പൊ സേതു പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിലൊന്നും കാണണമല്ലോ, എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങൾ അത്രയ്ക്ക് മര്യാദക്കാരനാണോ, എങ്കിൽ വാ മര്യാദ പഠിപ്പിക്കാൻ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കുറുപ്പ് പറഞ്ഞു, മോനെ സേതു ഏതായാലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് ബഹളം ഒന്നും ഉണ്ടാക്കാതെ മോൻ പോകാൻ നോക്കെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഋതിക ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇനി ഈ വീട്ടിലൊരു ശുദ്ധികലശം നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം സേതു ഇറങ്ങി പോവാണല്ലോ. അപ്പം ഈ ഒരു സമയത്ത് കുറുപ്പ് നമ്മുടെ സേതുവിനെ പിടിച്ച് നിർത്തുകയാണ്, കാരണം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സേതു ആണെങ്കിൽ അവിടെ കിടന്ന് ഇപ്പൊ അവർക്കിട്ട് കൊടുക്കും ഇപ്പൊ ഇവർക്കിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്ന് ഇരിക്കുകയാണ്. അങ്ങനെ ഹരിയും കുറുപ്പും കൂടെയാണ് സേതുവിനെ പിടിച്ചോണ്ടങ്ങ് മാറിപ്പോകുന്നത്. അങ്ങനെ സേതു വെളിയിലേക്ക് ഇറങ്ങി പോയതും പെട്ടെന്നാണ് ഒരു വണ്ടി വന്ന് നിന്നത്. ആ വണ്ടിയിൽ നിന്ന് വക്കീൽ ഇറങ്ങി വന്നപ്പോൾ കുറുപ്പ് ചോദിച്ചു, എന്താ വക്കീലെ? അത് ഞാൻ ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ടേക്ക് വന്നത്. പൂർണിമയില്ലേ? അകത്തുണ്ട്, പൂർണിമ അകത്തുണ്ട്. അല്ല ഇവരൊക്കെ ആരാ? ഇത് മാധവന്റെ മകനാ, സേതുമാധവന്. ഇത് മാധവന്റെ കൂട്ടുകാരൻ. ഓഹോ ഇതല്ലേ സേതുമാധവൻ. അയാളോട് വരാൻ പറ, അയാളാണ് പ്രത്യേകിച്ച് ഇതൊക്കെ കേൾക്കേണ്ടത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ സേതുമാധവനും വേണം, അതുകൊണ്ട് കേറി വാ. അല്ല എന്താ വക്കീലെ, എന്തെങ്കിലും പ്രശ്നം? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്നാ പിന്നെ സേതുവിന് പിന്നെ പോയാ പോരെ? അപ്പോഴത്തേക്കും നമ്മുടെ സേതു പറഞ്ഞു, പിന്നെ ഇനിയിപ്പോ വക്കീലും രജിസ്റ്ററൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടാൽ മതി, ഞാൻ കേൾക്കാനില്ലെന്ന് പറയുമ്പോൾ വക്കീല് പറഞ്ഞു, അതെ കേൾക്കണം, ഞാൻ പറയാൻ പോകുന്നത് സേതുവാണ് കേൾക്കേണ്ടത്. ഈ എഴുതി വെച്ചിരിക്കുന്നതിൽ കൂടുതൽ കേൾക്കേണ്ടത് സേതു തന്നെയാണ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ഹരി പറഞ്ഞു, എൻ്റെ ഈശ്വര ഇനിയിപ്പോൾ സേതുമാധവന്റെ പേരിൽ വല്ല കേസും അനിയത്തിമാർ എടുത്തു കാണുമോ, അതായിരിക്കോ വക്കീൽ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓഹോ അങ്ങനെ കേസെടുക്കാൻ മാത്രം അവൾമാർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കേസെടുക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും വക്കീൽ വിളിച്ചത് പ്രകാരം നമ്മുടെ സേതു അകത്തേക്ക് കയറി ചെന്നു. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പ്രതാപനും മക്കളും പൂർണിമയും ഒക്കെ ഉണ്ട്. അങ്ങനെ പ്രതാപൻ പറഞ്ഞു, ഇതാര് വക്കീലോ, കയറി വാന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ കയറി വന്നു. വക്കീൽ കയറി വരുന്നതിന്റെ പുറകെ നമ്മുടെ സേതുവും കയറി വന്നു. സേതു കയറി വന്ന് കണ്ടപ്പോഴത്തേക്കും പ്രതാപൻ ചോദിച്ചു, ഇതെന്താ നീ പോയില്ലേ? പോയതാ, പക്ഷെ വക്കീലിന് എന്താ പറയാനുണ്ടെന്ന് പോലും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് വക്കീല് പറയാനുണ്ട്? അല്ല വക്കീലെ, ഇവനോടാണോ വക്കീലിന് പറയാനുള്ളത്? ഇയാളോട് മാത്രമല്ല പൊന്നുമഠത്തിലെ ഓരോ അംഗങ്ങളോടും എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ പൂർണിമ ചോദിച്ചു, എന്താ വക്കീലെ? പറയാം, എല്ലാവരും ഇവിടെ ഇരിക്കുക, സമാധാനത്തിൽ ഇരുന്ന് കേൾക്കാനുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ വക്കീൽ പറഞ്ഞു, ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ വായിക്കുന്നത്. പിന്നെ ഇതില് ആരുടെയൊക്കെ പേരിലാണ് സ്വത്തുക്കള് എഴുതി വെച്ചേക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്, അതാണ് എനിക്ക് ഇവിടെ വായിക്കാൻ ഉള്ളത്. ഇത് എഴുതി വെച്ചിരിക്കുന്ന വേറെ ആരുമല്ല, മാധവനാണ്. മാധവൻ മരണപ്പെടുവോ എന്ന ഒരു ഭയം നേരത്തെ മാധവന്റെ മനസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വിൽപത്രം തയ്യാറാക്കിയത്. സേതു അപ്പൊ പറഞ്ഞു, അതിനെന്തിനാ സാറേ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, ഞാൻ പോട്ടെ, എനിക്ക് ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ സേതു ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, സേതു മാധവന്റെ മകൻ തന്നെയാണ്, അപ്പൊ പിന്നെ ഇത് കേൾക്കാൻ സേതു ഇവിടെ ഉണ്ടായിരിക്കണം. സാറേ എനിക്കൊന്നും കേൾക്കണ്ട, സേതുവും കേട്ടേ പറ്റൂ, സേതു അവിടെ നിൽക്ക്. അപ്പൊ കുറുപ്പ് പറഞ്ഞു, സേതു വക്കീൽ വിൽപത്രം വായിക്കട്ടെ എന്നിട്ട് നിനക്ക് പോകാം. എന്നാ പിന്നെ പെട്ടെന്ന് വായിച്ച് തൊലയ്ക്ക്, എനിക്ക് വേറെ പണിയുണ്ട്, പിന്നല്ലാതെ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വക്കീല് വായിക്കാൻ തുടങ്ങി. സേതുമാധവനാണ്
45% സ്വത്തും എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള 45% സ്വത്ത് അത് രണ്ടാം ഭാര്യ എന്നാട്ടോ പറഞ്ഞിരിക്കുന്ന പൂർണ്ണിമേന. അപ്പൊ രണ്ടാം ഭാര്യയ്ക്കും മക്കൾക്കുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ 10% അത് ഇപ്പൊ രഹസ്യമാണ്, അത് വെളിപ്പെടുത്താനാവില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഞെട്ടിപ്പോയി കേട്ടോ. നമ്മുടെ പ്രതാപനാണ് ഏറ്റവും കൂടുതൽ ഞെട്ടല്. ഋതികയ്ക്കും സ്വാതിക്കൊക്കെ ഉണ്ട്. പ്രതാപൻ പറഞ്ഞു, ഇത് എന്ത് വിൽപത്രം അളിയൻ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് എന്താണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോ എങ്ങനെ ശരിയാവില്ലെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഈ നിൽക്കുന്ന സേതു അത് ആരാണെന്ന് അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ മകൻ. അപ്പൊ ഇവർക്കൊക്കെ തുല്യ അവകാശം തന്നെയാ. നിക്ക് വരട്ടെ, ഇനിയും കുറച്ചുണ്ടെന്ന് പറഞ്ഞു ബാക്കിയും കൂടെ വായിക്കുക. ഇനി ബാക്കി എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇത് വിൽക്കുവാനോ അല്ലെങ്കിൽ കൈമാറുവാനോ എന്തിനും നമ്മുടെ സേതുമാധവന്റെ ഒപ്പുകൂടാതെ പറ്റില്ല. അതായത് ഫുൾ സ്വത്തിനും ഈ ഒരു ഫുൾ സ്വത്തിലും നമ്മുടെ സേതുമാധവന്റെ ഒപ്പുകൂടാതെ വേറെ ഒന്നും നടക്കാനും പറ്റില്ല. കമ്പനികളിലും എല്ലാ കമ്പനികളിലും സേതുമാധവനും അധികാരമുണ്ട്. അവിടെ എന്തെങ്കിലും നടക്കണമെങ്കിലും സേതുവിന്റെ ഒപ്പ് വേണം. അപ്പൊ ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നത് കേട്ടിട്ട് നമ്മുടെ പ്രതാപന്റെ രക്തം ഇങ്ങനെ തിളയ്ക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സേതു അന്തം വിട്ട് നിൽക്കുന്നു. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.